നമ്മൾ പല നേതാക്കന്മാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഫോണിലൂടെ പച്ചത്തെറി വിളിക്കുന്ന നേതാക്കന്മാരെ കാണാൻ പാടാം. അങ്ങനെ അപൂർവം നേതാക്കളിൽ ഒരാളാണ് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. കോട്ടയം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, കോട്ടയം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കേരള കോൺഗ്രസ് നേതാവുമായ ജോളി മടുക്കക്കുഴിയെ മോശമായി ചിത്രീകരിച്ചും ഭീഷണിപ്പെടുത്തിയും നടത്തിയ പ്രസംഗത്തിന്റെ പേരിലാണ് നാട്ടകം സുരേഷ് ഈ പുലിവാൽ പിടിച്ചത്. ഇതറിഞ്ഞ കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗവും കേരള കോൺഗ്രസ് കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ AH ഹഫീസ് നാട്ടകം സുരേഷിനെ ഫോണിൽ വിളിക്കുന്നു. ജോളി മടുക്കക്കുഴി എന്നത് പെണ്ണിന്റെ പേരാണെന്നും പെണ്ണിന്റെ സ്വഭാവമാണെന്നും നാട്ടകം സുരേഷ് ഹഫീസിനോട് പറയുന്നു. കൂടെ ജോളിയെ വീട്ടിൽ കിടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കിടത്താനെന്ന് ഹഫീസും പറയുന്നു. ജോളിയെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞതോടെ ഹഫീസിന്റെ കൺട്രോൾ വിട്ടു. എങ്കിൽ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിത്തരാമെന്നായി. വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ പിന്നെ ഹഫീസ് കേട്ടത് അറയ്ക്കുന്ന പച്ചത്തെറിവിളിയാണ്. ഹഫീസ് പറയുന്നത് അയാളുടെ ചെവിയുടെ ഡയഫ്രം അടിച്ചുപോയെന്നാണ്. ഹഫീസല്ലേ ആള്. നാട്ടകം സുരേഷിനെ മാത്രമല്ല, സുരേഷിന്റെ അച്ഛനെയും കൂടെ ചേർത്ത് മറുപടി പറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്ത ശേഷം ഹഫീസിന്റെ നമ്പർ ബ്ലോക്ക് ആക്കി. ആ തെറിവിളിയുടെ അല്പഭാഗം ഒന്ന് കേൾക്കാം. മൊത്തം കേൾപ്പിക്കില്ല കേട്ടോ, നിങ്ങൾ കേട്ടോ. ഞാനാണ് സംസാരിച്ചത്. ആ ഇതാണ് അപ്പൊ എന്റെ നമുക്ക് നമ്പർ. ഓക്കെ. അപ്പൊ നമുക്ക് ഏതു രീതിയിലും ഏതു ഭാഷയിലും സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. ആ രീതിയിലുള്ള ഭാഷയിലാണോ അങ്ങ് പറയട്ടെ അല്ല പറയട്ടെ ആ പറയട്ടെ രീതിയിലാണോ അങ്ങ് സംസാരിച്ച? വീട്ടിൽ ഞാൻ കിടത്തി ഉറക്കത്തില്ല, ഞാനൊന്ന് തെമ്മാടിയാണ്, അതൊന്നും ഞാനൊന്ന് ശരിയല്ല. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അല്ല ഇപ്പൊ ഞാൻ നല്ല താങ്കൾ പറഞ്ഞത് പറയുന്ന കേട്ടോണ്ടാണ്. കേട്ടെ. നിങ്ങളോട് ഞാൻ പറയും, നിങ്ങളൊന്ന് കേൾക്കൂ. ഞാൻ പറഞ്ഞ് നിങ്ങൾ പറയുന്ന ഒരു മിനിറ്റ് നിങ്ങൾ പോക്കോ, ഞാൻ എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചു പോക്കോ. ഹലോ, നിങ്ങൾ പറയുന്ന ഏത് ഭാഷയിലും ശൈലിയിലും സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്ന്, അവിടെ നിൽക്കട്ടെ. രണ്ട്, ഇപ്പോ ഞാൻ വളരെ മാന്യമായിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. വെരി ഗുഡ്. അടുത്തത്, ഈ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ പോലെ തന്നെ ഞാൻ മാനിക്കുന്നുണ്ട്. കാരണം അവര് നമ്മൾ തമ്മിലുള്ള സംസാരത്തിനകത്ത് കക്ഷികളല്ല. അല്ല, മനസ്സിലായില്ലേ? അല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു തീർക്കട്ടോ, പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടുള്ളൂ. ഞാൻ പറയട്ടെ. അല്ലല്ലോ, ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ആരെങ്കിലും മോശം പറഞ്ഞോ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കൂ. അവനെ എന്റെ വീട്ടിൽ വഴി കൊണ്ട് കിടത്താൻ പറഞ്ഞു. അല്ല, നിങ്ങൾ താമസിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ആ പണി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ആ പരിചയമില്ല. നിങ്ങൾക്ക് അതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് പറയുന്ന കേക്കൂ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കിടത്താൻ ഞാൻ പറയാത്തത് പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് കിടത്താൻ ഞാൻ പറയാത്തത് ഞാൻ ആദ്യം പറഞ്ഞതാണ്. കാരണം അവർ ആ വീട്ടിൽ ഇരിക്കുന്നവര് പാവങ്ങളാ. അതുകൊണ്ട് അവരെ ഞാൻ മാനിക്കുന്നുണ്ട് പറയുന്നില്ല. രണ്ട്, ഞാൻ പറയട്ടോ. താൻ കേൾക്കൂ, ഞാൻ പറയട്ടെ. ജോളി ഞങ്ങളുടെ പിള്ളേരുടെ കൈക്ക് പിടിച്ച് തിരിച്ചു. അതിന് ഞങ്ങള് അങ്ങനെ തന്നെ നോക്കും. മനസ്സിലായില്ലേ? സുരേഷ്, നീ ഒന്നും ചെയ്യത്തില്ല. എവിടെ കൊണ്ട് നിർത്തണോ ഞാൻ കൊണ്ട് നിർത്തി തരാം. ജോളി മടുക്കക്കുഴിയെ റോഡിൽ ഇറക്കില്ലെന്നും വീട്ടിൽ കിടത്തി ഉറക്കില്ലെന്നും അദ്ദേഹത്തിന്റെ നാട്ടിൽ ചെന്ന് മയക്കി വെച്ചാണ് നാട്ടകം സുരേഷ് പ്രസംഗിച്ചത്. പ്രസംഗിക്കുന്നതിനിടയിൽ ജോളി എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ പേരല്ലെന്നും അതൊരു പുരുഷനാണെന്നും പറഞ്ഞപ്പോൾ സുരേഷിന്റെ പ്രസംഗം സ്ത്രീവിരുദ്ധമായി. പിന്നീട് ഹഫീസിനെ തെറി വിളിച്ചു. മാത്രമല്ല, കോട്ടയത്ത് കണ്ടാൽ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞു. അതൊന്ന് കാണണമല്ലോ എന്ന് കരുതി രാവിലെ തന്നെ ഹഫീസ് കോട്ടയത്ത് സുരേഷിന്റെ നാട്ടിൽ നാട്ടകത്ത് തന്നെ കാലുകുത്തി. സുരേഷിന്റെ വീടിന്റെ മുമ്പിൽ ചെന്ന് നോക്കിയപ്പോൾ സൈൻ ബോർഡ് പോലും കാലൊടിഞ്ഞ് തൂങ്ങിക്കിടക്കുന്നു. സുരേഷിന് തന്നെ ദേഷ്യം വന്നപ്പോൾ സൈൻ ബോർഡിന്റെ കാല് തല്ലി ഓടിച്ചതാണെന്നാണ് ആരോ പറയുന്നത് കേട്ടു എന്നാണ് ഹഫീസ് പറയുന്നത്. കോൺഗ്രസ്സുകാരൻ വിരട്ടിയാൽ വീട്ടിൽ കയറിയിരിക്കുന്ന ഘടകകക്ഷികളെ മാത്രമേ ഇവർ കണ്ടിട്ടുള്ളൂ എന്നാണ് ഹഫീസിന്റെ വെല്ലുവിളി. വെല്ലുവിളിച്ചാൽ നേരം വെളുക്കം മുമ്പ് വെല്ലുവിളിച്ചവന്റെ വീട്ടിൽ ചെല്ലുന്ന കേരള കോൺഗ്രസ്സുകാരെ ഇനിയും പഠിക്കാനുണ്ടത്രേ. ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്ത് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിട്ട് കിടന്ന ഹഫീസ് ഇന്ന് രാവിലെ മൂത്രമൊഴിച്ചത്
നാട്ടകം സുരേഷിന്റെ വീടിന് മുമ്പിലാണെന്നും ഹഫീസ് ഫേസ്ബുക്കിൽ കുറിച്ചു. നാട്ടകം സുരേഷ് ഫോൺ ബ്ലോക്ക് ചെയ്തതുകൊണ്ട് അയാളുടെ ഡ്രൈവറെ വിളിച്ചു നോക്കി. അയാളും ഹഫീസിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഏതായാലും ഇതുപോലുള്ള കേരള കോൺഗ്രസ്സുകാരും മാണി ഗ്രൂപ്പിലുണ്ടെന്നുള്ളത് ഉറപ്പായി, സന്തോഷമായി.